കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുക്കാനുള്ള കൊലക്കയറ് നിങ്ങൾ അതിൽ കുരുക്കിയിട്ടിട്ടുണ്ടെന്ന് ഞാൻ സ്വപ്നത്തെ പോലെ വിചാരിച്ചില്ല. നിങ്ങളെ അത് ചെയ്യും. ഇനി മേലിൽ നിങ്ങൾ എനിക്ക് അമ്മയായിരിക്കില്ല. അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. നിനക്ക് അവനാണ് മുഖ്യം. സ്വന്തം അമ്മയ്ക്ക് പുല്ലുമില്ല അവളുടെ ഭർത്താവ്. അത് പണ്ട്. എന്നെ സംബന്ധിച്ച് അയാൾക്ക് കൊള്ളി വെച്ച് കഴിഞ്ഞു. അർജുൻ, കരിങ്കല്ല് കെട്ടി കടലിൽ താഴ്ത്തേണ്ടി വന്നാലും എന്റെ മകളെ ഞാൻ നിന്റെ ഒപ്പം അയക്കാൻ പോകുന്നില്ല. കൂടെ നിന്ന് ചതിച്ചവളാ ഇവള്. അമ്മ, സത്യഭാമയുടെ വാക്കാ തെറ്റിയത്. അതിന് കാരണക്കാരാരായാലും ക്ഷമിക്കില്ല സത്യഭാമ, ജീവനുള്ള കാലത്തോളം. രാഘവേട്ട, നമ്മുടെ മോള് പോട്ടെ, പോയിറക്കം പോട്ടെ. അയ്യോ സത്യമേ, ആന്റി സത്യമേ, അയ്യോ സത്യമേ, ആന്റി എന്താ പറ്റിയേ? ബോധം പോയി തോന്നുന്നു. വിളിച്ചിട്ട് കുറച്ച് വെള്ളം എടുത്തേ, വേഗം കൊണ്ടുപോവാ. വിഷ്ണുട്ടാ, ഡോക്ടറെ വിളിക്ക് ഒന്ന് പെട്ടെന്ന്. സത്യമേ, സത്യമേ, ആന്റി സത്യമേ. അയ്യോ ആന്റി, കണ്ണുറക്ക ആന്റി. സത്യമേ, ആന്റി. ഹലോ ഡോക്ടർ. അവരുടെ ചെവിക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തിട്ട് വരാറുന്നില്ല അമ്മയ്ക്ക്. ചിത്ര, ഹൃദയം തകർന്നിരിക്കുവാ ഞാൻ. അതിനൊപ്പം തലവഴി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തരുത് നീ. കണ്ടോ അമ്മേ, അർജുനേട്ടൻ ഇപ്പോഴും അവരുടെ സൈഡാ. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടെന്നുള്ള ഒരു ഓർമ്മ വേണം. ആദ്യത്തെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ അർജുനേട്ടന്? അർജുനേട്ടന്റെ കൈ കൊണ്ട് അത് സംഭവിച്ചെന്ന് പറയുന്നു. പക്ഷേ
അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാ? സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ തന്നെയല്ലേ? ഇപ്പൊ അവരിത് മനഃപൂർവ്വം ചെയ്തതാ. പ്രീതി അർജുനേട്ടനൊപ്പം ജീവിക്കുന്നതോ അർജുനേട്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നതോ അവർക്ക് ഇഷ്ടമല്ല. അവർക്ക് മകൾ അവരോടൊപ്പം വേണം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കണം. അത്രയുള്ളൂ കാര്യം. സത്യഭാമയ്ക്ക് ഈ ബന്ധം ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ബന്ധം വേണ്ടമേ. ഈ വീടിന്റെ അടിച്ചതിനകത്ത് കയറ്റരുത് ഇനി ആ പ്രീതിയെ. അവളെ വീണ്ടും ഈ വീട്ടിൽ കയറ്റിയത് തന്നെ വലിയ തെറ്റായി പോയി. ഏച്ചി ഏട്ടിയ മുഴച്ചിരിക്കുന്നു കേട്ടിട്ടുണ്ട്. അതാ സംഭവിച്ചത്. അർജുനേട്ടന് വേണമെങ്കിൽ നമുക്ക് വേറൊരു കല്യാണം ആലോചിക്കാം. ശബ്ദം ഉയർത്തണ്ട അർജുനേട്ടാ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും, ആകാശം ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞാലും പ്രീതിയെ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല ഞാൻ. അത് നീയാണോ തീരുമാനിക്കുന്നത്? തീരുമാനിക്കേണ്ടത് അമ്മ തന്നെയാ. പക്ഷേ അമ്മയുടെ മനസ്സറിഞ്ഞ് തന്നെയാ ഇപ്പോ ഞാൻ ഈ സംസാരിക്കുന്നത്. പ്രീതി, എന്ത് ധൈര്യടി നിനക്ക്? ഇറങ്ങടി ഈ വീട്ടിൽ നിന്ന്. എടി, നിന്നോടാ പറഞ്ഞത് ഇറങ്ങാൻ, ഇല്ലെങ്കിൽ അടിച്ചിറക്കും ഞാൻ. ചിത്രേ, അമ്മ ഇവള്. നീ അങ്ങോട്ട് മാറിയിക്ക. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? വേറെ എങ്ങോട്ടും എനിക്ക് പോവാനില്ല. ഇറങ്ങി പോവാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോവും. അത് പക്ഷേ എന്റെ വീട്ടിലേക്കായിരിക്കില്ല. അത് എന്റെ വീടല്ല. ഇവിടെ അല്ലെങ്കിൽ മരണമേ ഉള്ളൂ എനിക്ക് അഭയം. സൂപ്പർ ഡയലോഗ്. ഇവിടെ സിനിമയിലോ മറ്റോ അഭിനയിക്കാൻ വിടാം. ചിത്രേ, അപ്പൊ സത്യഭാമ? അവരെനിക്കിനി ആരുമല്ല. എവിടെയോ വെച്ച് കണ്ട ഒരു ദുസ്വപ്നം. പ്രീതി. അർജുൻ, ഇവിടെ സംസാരം ഞങ്ങൾ തമ്മിൽ മാത്രം. മറ്റാരും അതിൽ ഇടപെടണ്ട. അപ്പോ സത്യഭാമയുമായി ഇനി ഒരു ബന്ധം ഉണ്ടാവില്ലെന്നാണോ നീ പറയുന്നത്? അവരുമായി മാത്രമല്ല, ആ കുടുംബത്തിലുള്ള ആരുമായി. അർജുൻ, നീ ഇവളെയും കൂട്ടി അകത്ത് പോ. എടാ, നിന്നോട് ഇവളെയും കൂട്ടി അകത്ത് പോകാനാ പറഞ്ഞേ. പ്രീതി, അർജുനേട്ടാ, അമ്മയ്ക്ക് എന്താ ഭ്രാന്തായോ? കുറെ പഞ്ച് ഡയലോഗ് പറഞ്ഞു വെച്ച് അവളെ അങ്ങകത്ത് കയറ്റി വിടുക. ഇതൊക്കെ അവളുടെ അടവാ അമ്മേ. അല്ലടി, ഒരു ഉറച്ച മനസ്സിൽ നിന്നുള്ള ശബ്ദമാ ഇപ്പൊ നമ്മൾ കേട്ടത്. ആയിക്കോട്ടെ, പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ തന്നെ നമ്മൾ അവളെ എന്തിനാ സ്വീകരിക്കുന്നേ? അതുകൊണ്ട് നമുക്ക് എന്താ ലാഭം? അർജുനേട്ടന് വേറെ കല്യാണം നടത്താമേ. വേണ്ടടി, തല പോകുന്നു പറഞ്ഞാ പോലും അർജുൻ ഇനി വേറെ കല്യാണമില്ല. വസുമതിയുടെ മരുമകൾ പ്രീതി തന്നെയാ. ഇനിയുള്ള യുദ്ധത്തിൽ വസുമതി പണം നോക്കില്ല. ആളും അർത്ഥവും അങ്ങോട്ടിറക്കി കളിക്കും. സത്യഭാമയുടെ സർവനാശം. അതിനുവേണ്ടി എന്തും ചെയ്യും വസുമതി. സത്യഭാമയെ തകർക്കാൻ പറ്റിയ വജ്രായുധം അവളുടെ മകള് തന്നെയാ. പ്രസവിച്ചു വളർത്തിയ മകള് തനിക്കെതിരെ തിരിഞ്ഞ
ഹൃദയം പൊട്ടിച്ചാവും സത്യഭാമ. അത് വസുമതി കണ്ണോണ്ട് കാണൂടി. സത്യമാണോ ശാന്തി നീ പറഞ്ഞതൊക്കെ? പ്രീതിക്ക് എങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ പറ്റുക? സത്യാമ്മയുടെ അത്രയും സ്നേഹമുള്ള ഒരു കുട്ടിയത്. ആബോർഷൻ ഉണ്ടായത് സത്യാമ്മ കാരണമെന്നാ പ്രീതി വിശ്വസിച്ചിരിക്കുന്നത്. വസുമതിയുടെ ഇടപെടൽ അതിനൊരു കാരണമായിട്ടുണ്ട് ശാരദാമ്മ. ആ തെറ്റിദ്ധാരണ എങ്ങനെയെങ്കിലും മാറ്റണം. രാജീവ് സാറിന്റെ കാറല്ലേ ഇത്? ഇങ്ങോട്ടാണോ സാറ് വന്നത്? എന്താ തനിക്ക് പിടിച്ചില്ലേ? എടോ താനൊരു പരാതി പറഞ്ഞാ ഞാൻ അതങ്ങനെ തള്ളിക്കൊള്ളെന്ന് വിചാരിച്ചോ? മോളെ അമ്മേ, അമ്മേ, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് അമ്മേ? സുഖമുണ്ട് മോളെ. സുഖമെന്ന് പറഞ്ഞാ നിങ്ങളെയൊക്കെ കാണുമ്പോ തന്നെ അമ്മയ്ക്കൊരു ബലവാ. അമ്മയ്ക്ക് വേറൊന്നും വേണ്ട. അമ്മയുടെ അടുത്തേക്ക് വീട്ടിലെന്ന് പറഞ്ഞ ഒരാൾ കരച്ചിലായിരുന്നു അവിടെ. അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവിടെ ഉള്ള രണ്ടാളും പ്രായമുള്ളവരല്ലേ, അസുഖങ്ങളും ഉണ്ട്. മരുമകളല്ലാതെ വേറെ ആരാ നോക്കുക? അതൊക്കെ നടന്നോളൂ ശാരദാമേ. ശാരിക വരുന്നതിന് മുന്നേയും അവിടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ. തൽക്കാലം അവരെ ഞാൻ നോക്കിക്കോളാം. വിജയലക്ഷ്മിയുടെയും കൃഷ്ണൻകുട്ടിയേട്ടന്റെയും ഒക്കെ സമ്മതത്തിലാണോ? അവരുടെ സമ്മതം എന്തിനാ ശാരദാമേ? ശാരികയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഞാനല്ലേ. എന്നാലും അമ്മമാരുടെ നെഞ്ചിലെ പിടപ്പ് കാണാതെ പോകരുത് മോനെ. ആ ഹൃദയങ്ങളൊക്കെ തുടിക്കുന്നത് തന്നെ മക്കൾക്ക് വേണ്ടിയാ. അങ്ങനെയുള്ളൊരമ്മ ഇപ്പോ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക. മക്കള് വാടി. ദേവി, സത്യാമ്മയ്ക്കൊന്നും വരുത്തല്ലേ. വിഷ്ണുവേട്ടൻ എന്നെ കെട്ടുന്നത് വരെ ആ കിളവിക്കൊന്നും വരുത്തല്ലേ. എനിക്കിവിടെ ആകെയുള്ളൊരു പിടിവള്ളിയാ ബുദ്ധികെട്ട ആ സ്ത്രീ. പ്രീതി, പ്രീതി,
ഡോക്ടർ? സ്ട്രോക്ക് ആണോ? പക്ഷേ അപകടനിലയിലല്ല. ബോധമില്ലാതെ കിടക്കുമ്പോഴും സത്യാമ്മ പ്രീതിയുടെ പേരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയെ സത്യാമ്മയുടെ അടുത്തെത്തിക്കാൻ കഴിയുമോ? ഡോക്ടർ, സത്യാമ്മ ഇവിടെ തന്നെ കിടത്തണോ അതോ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറ്റണോ? ലോകത്ത് എവിടെ പോയാലും ഈ ചികിത്സയെ കിട്ടാനുള്ളൂ. ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനുണ്ട്. കഴിയുമെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുവരാൻ നോക്കൂ, പ്രീതിയെ. പ്രീതിയുടെ കാര്യം എങ്ങനെയാ? അച്ഛാ, ഞാൻ കൊണ്ടുവരാം പ്രീതിയെ. ഇവൾ ഇതിനിടയിലും ഹീറോയിൻ കളിക്കാണല്ലോ. മോളെ ശാലിനി, ഒറ്റയ്ക്ക് വേണ്ട, ഞാനും കൂടി വരാം. എങ്കിൽ ഞാനും കൂടി വരാം. അവിടേക്ക് ജാഥ നടത്താനല്ല, പ്രീതി കൂട്ടിക്കൊണ്ടുവരാനാ പോകുന്നത്. വാ ശാലിനി. അച്ഛാ, വിളിച്ചിട്ട് നോക്കിക്കൊള്ളേ. ശരി കുഞ്ഞ്. ഇവിടെ നിന്ന് ഇത്രയും ഡയലോഗ് അടിച്ചിട്ട് പോയവൾ തള്ള ചാകാൻ കിടക്കുന്നെന്ന് പറഞ്ഞാ വരുമോ? അവള് വരാൻ തയ്യാറാണെങ്കിൽ തന്നെ വസുമതി വിടുവോ? വന്നാൽ എല്ലാവർക്കും കൊള്ളാം. പ്രീതി